ഉമ്മീസ് കുക്കിംഗ് ഡീൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഉണ്ടാക്കാൻ പോണത് പഴം വെച്ചിട്ടുള്ളൊരു അടിപൊളി സ്നാക്കാണ്. പഴം പുഴുങ്ങിയെടുത്തതാണ്. ഒരു 3 പഴമുണ്ട്. ചെറിയ പഴമായതുകൊണ്ട് 3 എണ്ണമായി. നമുക്ക് എത്രയും പഴം വേണ്ടുന്നുണ്ടെങ്കിൽ എടുത്താൽ മതി. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്നുണ്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മളെ പഴമൊക്കെ തൊലിയൊക്കെ കളഞ്ഞു. ഇനി നമുക്ക് നല്ല ഉടച്ചെടുക്കാം. അങ്ങനെ നമ്മൾ പഴമൊക്കെ നല്ല ഉടച്ചെടുത്തു. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു കയ്യിൽ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് ശർക്കരപ്പൊടി ഇട്ട് കൊടുക്കാം. ശർക്കര ചിരകിയത് ഒക്കെ നമുക്ക് മധുരം എത്ര വേണ്ടുന്നുണ്ടെങ്കിൽ അത്ര ഇട്ട് കൊടുത്താൽ മതി. കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ശർക്കര ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമ്മളത് കൈ കൊണ്ടല്ല മിക്സ് ചെയ്യുക. തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. നല്ല മിക്സ് ചെയ്യുക. കുറച്ച് വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് നല്ല മിക്സ് ചെയ്യുക. നമ്മൾ കൈ കൊണ്ടെല്ലാം മിക്സ് ചെയ്ത് കുഴച്ച് കൊടുക്കണം. നമ്മളെ മാവ് നല്ല മിക്സാക്കി എടുത്തു. നമ്മൾ തയ്യാറാക്കാൻ പോവാം. കയ്യിൽ ഒട്ടിപ്പിടിക്കുമ്പോൾ കുറച്ച് വെള്ളമാക്കിയിട്ട് കുഴച്ച് കൊടുത്താൽ മതി. നല്ല വെള്ളമാക്കണ്ട, കുറച്ചൊന്ന് കയ്യുമ്മേ വെള്ളം തടവിയിട്ട് അടുപ്പത്ത് ചട്ടി വെച്ച് എണ്ണയൊക്കെ ഒഴിച്ച് എണ്ണ ചൂടായി വരുന്നുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കാൻ പോവാം. ഇങ്ങനെ ഉരുളകളാക്കിയിട്ട് ഉരുട്ടിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഷേപ്പ് നമുക്ക് വലുതാക്കണമെങ്കിൽ വലുതാക്കാം. നമ്മുടെ ചെറിയ ഉരുളകളാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നത്. എണ്ണ എല്ലാം ചൂടായിട്ട് പിന്നെ നമ്മൾ മീഡിയത്തിൽ ഇട്ട് കൊടുത്താൽ മതി. എൻ്റെ ചാനലിൽ പോയാൽ വേറെ റെസിപ്പികളുണ്ട്. എല്ലാവരും കണ്ടിട്ട് ചെയ്ത് നോക്കൊണ്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകൊണ്ടും ബെല്ലൈക്കന് ക്ലിക്ക് ചെയ്യുകൊണ്ടും അതിൻ്റെ അടുത്തുള്ള ഓൾ എന്ന ബട്ടണും ക്ലിക്ക് ചെയ്യുകൊണ്ടും എന്നാലേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുള്ളൂ. നമുക്കിനി നമ്മൾ പലഹാരം ഓരോന്നായിട്ട് മറിച്ചിട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൊണ്ട് നമുക്ക് 4 മണി ചായക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നമുക്ക് നമ്മൾ ആദ്യത്തെ ട്രിപ്പ് പലഹാരം എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. നമുക്ക് രണ്ടാമത്തെ ട്രിപ്പ് ഇട്ട് കൊടുക്കാം. രണ്ടാമത്തെ ട്രിപ്പ് റെഡി. ഇനി എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അങ്ങനെ നമ്മൾ പഴവും മൈദയും വെച്ചിട്ടുള്ള അടിപൊളി സ്നാക്ക് റെഡി. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ചായയിലേക്കൊക്കെ നല്ല ടേസ്റ്റാണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത രൂപമായിട്ട് കൊണ്ടുവരാം. താങ്ക് യു.